ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുവത്സരാഘോഷങ്ങളിൽ പ്രവാസികളെയും UAE ചേർത്ത് പിടിക്കുന്നു. രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലുമുള്ള തൊഴിലാളികൾക്കായി പ്രത്യേക പുതുവത്സര ആഘോഷ പരിപാടികളാണ് UAE ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത്. ആഘോഷത്തിൽ പ്രവാസി സമൂഹത്തെ കൂടി സജീവമായി പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായി അവർക്കായി പ്രത്യേകം സ്പോർട്സ് ടൂർണമെന്റുകൾ മുതൽ ലൈവ് എന്റർടൈൻമെന്റ് ഷോകൾ വരെയാണ് പുതുവത്സരം പ്രമാണിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുക. പുതുവത്സര രാവിൽ പ്രവാസി സമൂഹത്തിനു കൂടി ആസ്വദിക്കാനും ആഘോഷിക്കാനും അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ പരിപാടികളെന്ന് UAE മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു. മറ്റ് നിരവധി സർക്കാർ വകുപ്പുകളുമായും ഏജൻസികളുമായും സഹകരിച്ചാണ് പ്രവാസി തൊഴിലാളികൾക്കായി ആഘോഷ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ആഘോഷങ്ങളിൽ തങ്ങളുടെ ജീവനക്കാരെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ പ്രത്യേക വെബ്സൈറ്റ് സന്ദർശിച്ച് തങ്ങളുടെ ജീവനക്കാരെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മത്സര പരിപാടികളിലും മറ്റ് ഇവന്റുകളിലും പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് മന്ത്രാലയം അധികൃതർ അറിയിച്ചു. UAEയിലെ 10 സ്ഥലങ്ങളിലായാണ് പ്രവാസി ജീവനക്കാർക്കായി പ്രത്യേക പുതുവത്സര ആഘോഷ പരിപാടികൾ നടക്കുക. മിക്ക പരിപാടികളും വിവിധ കലാകായിക മത്സരങ്ങളോടെയാണ് ആരംഭിക്കുക. തുടർന്ന് സാംസ്കാരിക പ്രകടനങ്ങളും പാട്ടുകളും നൃത്തങ്ങളും ലൈവ് ഷോകളും അവതരിപ്പിക്കും. പ്രവാസികൾക്ക് വിവിധ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്ന റാഫിൾ നറുക്കെടുപ്പുകളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. വിവിധ കമ്പനികൾ ജീവനക്കാർക്കായി വ്യത്യസ്ത ലേബർ ക്യാമ്പുകളിലും പുതുവത്സരാഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളതായും അധികൃതർ കൂട്ടിച്ചേർത്തു. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും എയർപോർട്ട് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ അധികൃതർ ഹാൻഡ് ബാഗേജ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സും പുതുതായി കൊണ്ടുപോകുന്ന ലഗേജുകളുടെ വലിപ്പത്തിലും ഭാരത്തിലും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് എയർലൈനുകൾ ബാഗേജ് നയങ്ങളും അപ്ഡേറ്റ് ചെയ്തു. ആഭ്യന്തര വിമാനങ്ങളിലോ അന്തർദേശീയ വിമാനങ്ങളിലോ യാത്രക്കാർ ഒരു ക്യാബിൻ ബാഗ് മാത്രമേ വിമാനത്തിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. അധിക ലഗേജ് ഉണ്ടെങ്കിൽ ചെക്ക് ഇൻ ചെയ്യണം. ഇക്കോണമി ആൻഡ് പ്രീമിയം ഇക്കോണമി ക്ലാസ് യാത്രക്കാർക്ക് 7 കിലോ വരെയുള്ള ഒരു ബാഗ് അനുവദിക്കും. ബിസിനസ് ആൻഡ് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് 10 കിലോ വരെയുള്ള ഒരു ബാഗുമാണ് അനുവദിക്കുക. പെട്ടിയുടെ ഉയരം 55 സെന്റിമീറ്ററും നീളം 40 സെന്റിമീറ്ററും വീതി 20 സെന്റിമീറ്ററിലും കൂടരുത്. 2024 മെയ് 4 മുമ്പെടുത്ത ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇക്കോണമി 8 കിലോ വരെയും പ്രീമിയം ഇക്കോണമിയിൽ 10 കിലോ വരെയും ബിസിനസ് ആൻഡ് ഫസ്റ്റ് ക്ലാസ് 12 കിലോ വരെയും അനുവദിക്കും. ഈ തീയതിക്ക് മുമ്പ് നടത്തിയ മാറ്റമില്ലാത്ത ബുക്കിംഗുകൾക്ക് മാത്രമേ ഈ ഇളവ് ബാധകമാകൂ. ഇതനുസരിച്ച് ഇൻഡിഗോ, എയർ ഇന്ത്യ തുടങ്ങിയ വിമാന കമ്പനികൾ പുതിയ നിയന്ത്രണങ്ങൾക്കനുസൃതമായി തങ്ങളുടെ ലഗേജ് നയങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട്. വിമാനയാത്രക്കാരിലെ വർധനവ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ വിമാനത്താവളങ്ങളിലെ തിരക്ക് വർദ്ധിക്കാനും സുരക്ഷാ ചെക്ക് പോസ്റ്റുകളിലെ കാലതാമസത്തിനും കാരണമായിട്ടുണ്ട്. ക്യാബിൻ ബാഗേജ് പരിമിതപ്പെടുത്തുന്നതിലൂടെ ബോർഡിംഗ് പ്രക്രിയ വേഗത്തിലാക്കാനും സുരക്ഷാ പരിശോധന കാലതാമസം കുറയ്ക്കുക തുടങ്ങിയവയുമാണ് അധികൃതർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മസ്കറ്റ് നഗരസഭ തുറന്നിട്ട ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാൻ വിരിക്കുന്നവർക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകി. 50 റിയാൽ മുതൽ 5000 റിയാൽ വരെ പിഴയും 24 മണിക്കൂർ മുതൽ 6 മാസം വരെ തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. എന്നാൽ കെട്ടിടങ്ങളിലെ മറയുള്ള ബാൽക്കണിയിൽ വസ്ത്രം ഉണക്കാൻ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുന്നവർ വസ്ത്രം അലക്കിയ ശേഷം ബാൽക്കണികളിൽ ഉണക്കാൻ ഉപയോഗിക്കുന്നത് വർദ്ധിച്ചതോടെയാണ് ഇതിനെതിരെ അധികൃതർ രംഗത്തെത്തിയത്. നഗരത്തിലെ പാർപ്പിട മേഖലകളിലും മറ്റുമായി വിദേശികൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗങ്ങളിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. നഗരത്തിന്റെ കാഴ്ചഭംഗിക്ക് കോട്ടം സംഭവിക്കുന്നതിനോടൊപ്പം ഉണക്കാനിടുന്ന വസ്ത്രത്തിൽ നിന്നും താഴേക്ക് വെള്ളം പതിക്കുന്നതും പൊതുജനത്തിനും കാൽനട യാത്രക്കാർക്കും പ്രയാസമുണ്ടാക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മസ്കറ്റ് നഗരസഭ മുന്നറിയിപ്പ് തുടർച്ചയായി നൽകുന്നത്. ഇത്തരം പ്രവണതകൾക്കെതിരെ കെട്ടിട ഉടമകളും താമസക്കാർക്ക് ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകാറുണ്ട്. 3 നിലയിൽ കൂടുതൽ ഉയരമുള്ള താമസ കെട്ടിടങ്ങളിൽ ഓരോ താമസ ഫ്ളാറ്റുകൾക്കും പ്രത്യേകം ബാൽക്കണികൾ ഉറപ്പുവരുത്തണമെന്ന് നഗരസഭ നിർദ്ദേശിച്ചു. ഫ്ളാറ്റുകളുടെ രൂപകൽപ്പനയ്ക്ക് അനുസരിച്ചാണ് ബാൽക്കണി ഒരുക്കേണ്ടത്. ഇത്തരം ബാൽക്കണികളിൽ ആവശ്യമായ മറകൾ ഉറപ്പുവരുത്തുകയും വേണം. അല്ലാത്തപക്ഷം അലക്കിയ വസ്ത്രങ്ങൾ ബാൽക്കണികളിൽ വെച്ച് ഉണക്കാൻ പാടില്ല. എന്നാൽ ബാൽക്കണികൾ മറയ്ക്കുന്നതിന് മെറ്റൽ മെഷ് ഉപയോഗിക്കരുതെന്നും നഗരസഭാ അധികൃതർ കൂട്ടിച്ചേർത്തു.
മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മസ്കറ്റ് നഗരസഭ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പേരിൽ വ്യാജ സന്ദേശങ്ങളും മന്ത്രാലയത്തിന്റെ പോലെ സമാന രീതിയിലുള്ള വെബ്സൈറ്റുകളുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗതാഗത പിഴ സംബന്ധിച്ച് വ്യാപകമായി ആളുകൾക്ക് മൊബൈൽ ഫോണിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. രാജ്യാന്തര ഫോൺ നമ്പറുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നത്. ഫോണിലേക്ക് വാട്സപ്പ് വഴി അല്ലാതെ നേരിട്ട് മെസ്സേജാണ് അയക്കുന്നതും. സന്ദേശം ഇപ്രകാരമാണ്: ഒരു ഗതാഗത ലംഘനത്തിന് നിങ്ങൾ പിഴ അടയ്ക്കാനുണ്ട്. അത് വൈകും തോറും പിഴ വർദ്ധിക്കുമെന്നും എത്രയും വേഗം പിഴ അടയ്ക്കണമെന്നും ഔദ്യോഗിക വെബ്സൈറ്റിന്റെ പേരിനോട് സാമ്യമുള്ളതാണ് വ്യാജന്മാർ അയക്കുന്നത്. രാജ്യാന്തര നമ്പറുകളിൽ നിന്നും മന്ത്രാലയം ആർക്കും സന്ദേശങ്ങൾ അയക്കാറില്ല. ഗതാഗത പിഴ ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ ഔദ്യോഗിക വെബ്സൈറ്റിലോ സഹൽ ആപ്ലിക്കേഷനോ ആശ്രയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ നിരോധനത്തിന്റെ 2ാം ഘട്ടം ജനുവരി മുതൽ നടപ്പിലാക്കും. 2027 പകുതിയോടെ പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി രാജ്യത്തെ മാറ്റുകയാണ് ലക്ഷ്യം. ഘട്ടം ഘട്ടമായാണ് പദ്ധതി നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ ഈ വർഷം ജൂലൈയിൽ ആശുപത്രി, ഫാർമസി, ക്ലിനിക് എന്നിവിടങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയത്. 2025 ജനുവരി 1 മുതൽ ടെക്സ്റ്റൈൽസ്, ടൈലറിംഗ്, കണ്ണട ഷോപ്പ്, മൊബൈൽ ഷോപ്പ്, സർവീസ് സെന്റർ, വാച്ച് സർവീസ്, ഫാബ്രിക് സ്റ്റോർ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയമലംഘകർക്ക് 1000 റിയാൽ വരെ പിഴ ഈടാക്കും. കുറ്റം ആവർത്തിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മനാമയുടെ ചരിത്രം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക പൈതൃകം എന്നിവ അനാവരണം ചെയ്തുകൊണ്ട് മനാമ ഫെസ്റ്റിവലിന് ആവേശകരമായ തുടക്കം. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ നാടിന്റെ ഭവനാത്മകവും സുന്ദരവുമായ ഭൂതകാല സ്മരണകൾ പ്രദർശിപ്പിക്കും. ജനുവരി 7 വരെ നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിവലിൽ വിവിധതരം അനുഭവങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഇവയിൽ ഫുഡ് ടൂർ, ഗോൾഡ് ഷോപ്പ് ടൂർ, സംഗീത നാടക പ്രകടനങ്ങൾ, മെട്രോ ഗെയിമുകൾ, മ്യൂസിയം പ്രദർശനങ്ങൾ കൂടാതെ വിന്റേജ് ഫാഷൻ ഷോകളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉണ്ടാകും. ശനിയാഴ്ച മുതൽ സൗദി അറേബ്യയിലെ ചില പ്രദേശങ്ങളിൽ താപനില 4 മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. തബൂക്ക്, അൽ ജൗഫ്, വടക്കൻ അതിർത്തികൾ, ഹായിൽ, മദീന മേഖലയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് തണുത്ത കാലാവസ്ഥ കൂടുതലും അനുഭവപ്പെടുക. ജനുവരി 3 വരെ സമാന കാലാവസ്ഥ തുടരും. അതേസമയം ശീതകാലത്തിന്റെ ആരംഭം മുതൽ വരുന്ന ആഴ്ചയിൽ രാജ്യത്തിന്റെ പ്രദേശങ്ങളിൽ ഏറ്റവും ശക്തമായ ശീതതരംഗത്തിന് വിധേയമാകുമെന്ന റിപ്പോർട്ടുകൾ നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജി വക്താവ് ഹുസൈൻ അൽ ഖഹ്താനി നിഷേധിച്ചു എന്നതും ശ്രദ്ധേയമാണ്.